എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു നിയമ വശം എന്ന് പറയുന്നത് റയറസ്റ്റ് ഇൻ റയർ കേസസ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ. എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവമായ? ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നത് 1980 ബച്ചൻ സിംഗ് എന്ന് പറയുന്ന ഒരാൾ പഞ്ചാബ്. ഈ ബച്ചൻ സിംഗ് തന്റെ വൈഫിനെ കൊലപ്പെടുത്തുന്നു, എന്നിട്ട് നേരെ ജയിലിലേക്ക് പോകുന്നു. ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്നതിന് ശേഷം ബച്ചൻ സിംഗ് സഹോദരനായ ഹുക്കം സിംഗിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഹുക്കം സിംഗിന്റെ വീട്ടിൽ ഹുക്കം സിംഗും ഭാര്യയും മകനും മരുമകളുമുണ്ട്. എന്തോ തർക്കത്തിനൊടുവിൽ ബച്ചൻ സിംഗ് ഹുക്കം സിംഗിന്റെ ഭാര്യയെയും മകനെയും മരുമകളെയും കൊലപ്പെടുത്തി. അപ്പോൾ കോടതിയിൽ വീണ്ടും ട്രയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ഒരു മർഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഈ രണ്ടാമത് മർഡർ കൂടി. അങ്ങനെ അത് ശിക്ഷിക്കുകയും അത് അപ്പീൽ ഹൈക്കോടതി ദെൻ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞു ഇത് റയറസ്റ്റ് ഇൻ റയർ കേസസ് ആണ്. ഡോക്ട്രിൻ ഓഫ് റയറസ്റ്റ് ഇൻ റയർ കേസസ് ഉണ്ടാവും. അപ്പൊ റയറസ്റ്റ് ഇൻ റയർ കേസസ് മാത്രമേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുള്ളൂ. തൂക്കുകയർ കിട്ടണമെങ്കിൽ റയറസ്റ്റ് ഇൻ റയർ കേസസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അവസാനത്തെ കേസസ് എടുത്തു നോക്കുമ്പോൾ ഒന്നാമത്തെ കേസ് നിങ്ങൾക്കറിയാം, അമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആൾ പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിയായ ജിഷയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നു. അത് റയറസ്റ്റ് ഇൻ റയർ കേസായിട്ട് കോടതി കണ്ടെത്തി. രണ്ടാമതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഗ്രീഷ്മയുടെ കേസാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിഷം കലർത്തിയ പാനീയം നൽകി ഒരു യുവാവിനെ വളരെ പൈശാചികമായി കൊലപ്പെടുത്തിയ കേസ് കോടതി ഈ ഡോക്ട്രിനാണ് യൂസ് ചെയ്തത്. അതാണ് റയറസ്റ്റ് ഇൻ റയർ കേസസ്, അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. വേറൊരു ടോപ്പിക്കും വരെ നമസ്കാരം.